വീഡിയോ കാണുന്നവരുടെ ശ്രദ്ധയ്ക്ക് കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ ഡ്രൈവറും യാത്രക്കാരും നിർബന്ധമായും സീറ്റ് ബെൽറ്റ് ധരിക്കുക. ഫോൺ ഉപയോഗിച്ചുകൊണ്ടോ മദ്യപിച്ചുകൊണ്ടോ വാഹനം ഓടിക്കരുത്. ഡ്രൈവിംഗ് പഠിക്കുന്നവർ ഇതൊന്ന് ശ്രദ്ധിക്കൂ. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. അപകടം ഒഴിവാക്കൂ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. ഇന്ന് കാർ ഡ്രൈവിങ്ങിൽ നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത് ഒരുപാട് പേർക്ക് റോഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് പല ആൾക്കാർക്കും പേടിയുള്ളൊരു കാര്യമാണ്. ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ ചെയ്യണം, നമുക്ക് റോഡ് ടെസ്റ്റ് എളുപ്പത്തിൽ പാസ്സാകണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഗിയർ ഷിഫ്റ്റ് ചെയ്ത് വണ്ടി ഓടിക്കേണ്ടത്, അതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ ഞാൻ കൃത്യമായിട്ട് ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾക്ക് റോഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഗിയർ ഷിഫ്റ്റിംഗ് ക്ലിയർ ആകാനും തെറ്റാതെ നിങ്ങൾക്ക് ഗിയർ ഇടാനും ഒപ്പം തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് എളുപ്പത്തിൽ പാസ്സാകാനായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. അതുകൊണ്ട് വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ഓൾ അമർത്തിയിട്ടേക്കുക. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. നിങ്ങളൊരു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സെൻറ്റർ മിററും ലെഫ്റ്റ് മിററും റൈറ്റ് മിററും പ്രോപ്പറായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കണം. കൃത്യമായിട്ട് നിങ്ങൾ സീറ്റ് ബെൽറ്റ് ആദ്യം ഇടുക. അതിനുശേഷം ബ്രേക്കിൽ കാല് വരിക, ക്ലച്ച് ചവിട്ടുക, വാഹനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു, വാഹനം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇതിന് ശേഷം കൃത്യമായിട്ട് നിങ്ങൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഹാൻഡ് ബ്രേക്ക് കിടപ്പുണ്ട് ഒന്ന് നോക്കുക. എന്നിട്ട് ഹാൻഡ് ബ്രേക്ക് പ്രോപ്പറായിട്ട് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ വാഹനം ലെഫ്റ്റ് സൈഡിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടി എടുക്കുന്ന സമയത്ത് എപ്പോഴും എന്ത് ചെയ്യണം, റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് കിടക്കുന്നതുകൊണ്ട് റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് നിങ്ങൾ വാഹനം എടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് റൈറ്റ് സൈഡിലേക്കുള്ള ഹാൻഡ് സിഗ്നൽ കാണിക്കുക. ഇതാണ് റൈറ്റ് സൈഡിലേക്കുള്ള ഹാൻഡ് സിഗ്നൽ. ഹാൻഡ് സിഗ്നൽ കാണിച്ച് നമ്മൾ വാഹനം ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്നു. എന്നിട്ട് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് റൈറ്റ് മിററിലൂടെ പുറകിൽ നിന്ന് ഏതെങ്കിലും വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് എടുക്കണം. കാരണം ഇത് പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ റൈറ്റ് മിററിലൂടെ നോക്കുന്നു, പുറകിൽ നിന്നുള്ള വണ്ടികളൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നു. അതിനുശേഷം ഞാനിത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ച് ആക്സിലറേഷൻ കൊടുത്ത് വാഹനം എടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുത്തു. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം പ്രോപ്പറായിട്ടുള്ള ഗിയർ ഷിഫ്റ്റിംഗ് ആണ്. പ്രോപ്പറായിട്ടുള്ള ഗിയർ ഷിഫ്റ്റിംഗ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, ഓക്കെ, ഇപ്പം ചെറിയൊരു കയറ്റത്താണ് നമ്മുടെ വാഹനം പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിങ്ങനെ ഫസ്റ്റ് ഗിയറിൽ എടുത്തു പോകുന്നു. ഈ കയറ്റം ഒന്ന് കയറിയാൽ ഉടൻ തന്നെ നിങ്ങൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക. ഇടുന്ന സമയത്ത് ഗിയർ ഷിഫ്റ്റിംഗ് തെറ്റാതിരിക്കാനായിട്ട് ഒരു കൈ കൊണ്ട് ഇങ്ങനെ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുക. ഇടത്തെ കൈ കൊണ്ട് ഗിയർ ലിവറിലേക്ക് ഇങ്ങനെ വരിക, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഒരു കാരണവശാലും ഗിയർ ഇടുന്ന സമയത്ത് ഗിയർ ലിവറിലേക്ക് നോക്കരുത്. അങ്ങനെ നോക്കിയാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഫെയിലായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ടും നേരെ തന്നെ നിങ്ങളോട് നോട്ടം പോവുക. റോഡ് സ്ട്രെയിറ്റ് ആയി കഴിഞ്ഞാൽ ഒരു കൈ കൊണ്ട് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുക. സ്ട്രെയിറ്റ് റോഡിൽ ഒരു 30 കിലോമീറ്റർ വേഗതയാകുമ്പോൾ തേർഡ് ഗിയറിലേക്ക് ഇടുക. ഇപ്പോൾ നിങ്ങൾ നോക്കുക, മൂന്നാമത്തെ ഗിയറിലാണ് നമ്മളുടെ വാഹനം പോയിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും എൻ്റെ കാലും മെല്ലെ ബ്രേക്കിലേക്ക് വരുന്നു. ഒരു ജംഗ്ഷനിലേക്കാണ് നമ്മളുടെ വണ്ടി വരുന്നത്. കൃത്യമായിട്ട് നമ്മൾ ബ്രേക്കിൽ വന്ന് വാഹനം സ്ലോ ചെയ്യുക. ഒപ്പം ക്ലച്ചും കൂടെ ചവിട്ടി നമ്മൾ തേർഡിലാണ് വരുന്നതെങ്കിൽ പെട്ടെന്ന് ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഇത്തരത്തിലൊരു ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റും റൈറ്റും പ്രോപ്പറായിട്ട് നോക്കിയിട്ട് വേണം വാഹനം എടുക്കാനായിട്ട്. ഇപ്പം ലെഫ്റ്റ് സൈഡിൽ നിന്ന് വണ്ടികൾ വരുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് പോകാൻ കഴിയുന്നില്ല. റൈറ്റ് ഞാൻ നോക്കുന്നു. അതിനുശേഷം മെല്ലെ വാഹനം മുന്നോട്ടെടുക്കുകയാണ്. ഓക്കെ, നിങ്ങൾ നോക്കുക, മെല്ലെ വണ്ടി നമ്മൾ മുന്നോട്ടെടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ഗിയറിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ജസ്റ്റ് വണ്ടിക്ക് ഒരു മൂവ്മെൻറ്റ്സ് കൊടുക്കുക. ഉടൻ തന്നെ ക്ലച്ച് പിടിക്കുക, ഇടത്തെ കൈ കൊണ്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക. ഓക്കെ, ഇനി ഗിയർ ഡൗൺ ഷിഫ്റ്റിങ്ങിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആയി ക്ലച്ച് പിടിക്കുന്നു. ഉടൻ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, തേർഡ് ഗിയറിലേക്ക് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ തേർഡ് ഗിയറിൽ ഇങ്ങനെ വാഹനം പോവുകയാണ്. ഇനി ഫോർത്ത് ഇടേണ്ടത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, നല്ല സ്ട്രെയിറ്റ് റോഡിൽ വരുന്ന സാഹചര്യത്തിൽ ഏകദേശം ഒരു 40 കിലോമീറ്ററിനോട് അടുത്ത് നമ്മുടെ വണ്ടി വേഗതയാകുമ്പോൾ ഫോർത്ത് ഗിയറിലേക്ക് ഇടുക. ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്നു. കൈ ഇങ്ങനെ പിടിക്കുക, നോട്ടം റോഡിലായിരിക്കണം. ഒരു കൈ കൊണ്ട് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്നു, ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്നു. ഇപ്പം നാലാമത്തെ ഗിയറിൽ നമ്മുടെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി അഞ്ചാമത്തെ ഗിയർ ഇടാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ അങ്ങനെ ഒരു വാഹനമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വീണ്ടും നല്ലൊരു സ്ട്രെയിറ്റ് റോഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഞ്ചാമത്തെ ഗിയറിലേക്ക് ഇടാം. ഓക്കെ, ഇനി ഒരു ജംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ആദ്യം കൊടുക്കുക. ഗിയർ ഡൗൺ ചെയ്യണം. ഫോർത്തിൽ നിന്ന് തേർഡിലേക്ക് ഇടുന്നു. എന്നിട്ട് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഇങ്ങനെ എടുത്തെടുത്ത് സ്റ്റിയറിംഗ് തിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, വീണ്ടും ഞാൻ ഗിയർ ഒന്ന് ഡൗൺ ചെയ്യുകയാണ്, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. ഈ എടുത്തെടുത്ത് തിരിക്കാനായിട്ട് പറയുന്നതിൻ്റെ പിന്നിലെ കാര്യം, നമ്മൾ സിംഗിൾ ഹാൻഡ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫെയിലായി പോകാൻ സാധ്യതയുണ്ട്. കാരണം നിയമത്തിൽ സിംഗിൾ ഹാൻഡ് ഡ്രൈവിംഗ് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും എടുത്തെടുത്ത് തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. വീണ്ടും നമ്മൾ റോഡ് സ്ട്രെയിറ്റ് ആയി കഴിഞ്ഞാൽ തേർഡ് ഗിയറിലേക്ക് ഇടുന്നു. വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആയി കഴിഞ്ഞാൽ
നോട്ടം നേരെ 4th ഗിയറിലേക്ക് ഇടുന്നു. ഇനി ഗിയർ ഡൗൺ ഷിഫ്റ്റിംഗ് ആണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ മുന്നിലൊരു കയറ്റം വന്നു, അഡ്വാൻസ് 4th നിന്ന് 3rd ഇടുക. ഓക്കെ, അഡ്വാൻസ് ഡൗൺ ഷിഫ്റ്റിംഗ് ആണ് ചെയ്യേണ്ടത്. വീണ്ടും കയറ്റം കണ്ടു കഴിഞ്ഞാൽ അഡ്വാൻസ് 2nd ഗിയറിലേക്ക് ഇടുക. ഓക്കെ, നല്ല കയറ്റവും ഗട്ടറും ആണെങ്കിൽ 1st ഗിയറിലേക്ക് ഇടുക. അപ്പോൾ ഇങ്ങനെ അഡ്വാൻസ് ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് സ്മൂത്തായിട്ട് ഇടാൻ കഴിയും, തെറ്റത്തില്ല. നിങ്ങൾ നന്നായിട്ട് വണ്ടി ഓടിക്കുന്ന ഒരാളാണെന്ന് സൈഡിലിരിക്കുന്ന MVI ഉദ്യോഗസ്ഥന് അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിലുള്ള ഒരു ഗിയർ ഡൗൺ ഷിഫ്റ്റിങ്ങും അപ്പ് ഷിഫ്റ്റിങ്ങും നിങ്ങൾ കൃത്യമായിട്ട് ഡ്രൈവിങ്ങിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി നിങ്ങൾ വണ്ടി നിർത്തുന്ന സമയത്താണ് ശ്രദ്ധിക്കേണ്ടത് കൃത്യമായിട്ട് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുക ആദ്യം. അതിനുശേഷം വണ്ടി നിർത്താനായിട്ട് ഉദ്ദേശിക്കുന്നു എന്ന് പുറകിൽ നിന്ന് വരുന്ന വാഹനത്തെ അറിയിക്കാനായിട്ട് സ്ലോ ഡൗൺ സിഗ്നൽ കാണിക്കുക. ശേഷം നിങ്ങൾ സ്റ്റോപ്പ് കാണിച്ച് വാഹനത്തെ നിർത്താനായിട്ട് ശ്രമിക്കുക. നിങ്ങളെ ഞാൻ അതൊന്ന് കാണിച്ചു തരാം, നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഇപ്പോൾ 3rd ഗിയറിലാണ് നമ്മുടെ വാഹനം പോകുന്നത്. ഞാൻ 2nd ഗിയറിലേക്ക് ഇടുന്നു. ഇപ്പോൾ ഇവിടെ ഒരു വണ്ടി വന്ന് കിടപ്പുണ്ട്, നമുക്ക് പതുക്കെ ഇറങ്ങാം. 2nd ഗിയറിലാണ് നമ്മുടെ വാഹനം പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഞാനിത് 3rd ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് വണ്ടി നിർത്തണം. ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുക, അതിനുശേഷം സ്ലോ ഡൗൺ സിഗ്നൽ കാണിക്കുക. കൈ ഇങ്ങനെ വെളിയിലേക്ക് നിവർത്തി പിടിക്കുന്നു. 3 തവണ മേളിലേക്കും താഴോട്ടും നമ്മൾ ഉയർത്തിയും താഴ്ത്തിയും കാണിക്കണം. ഇതുപോലെ വണ്ടികൾ വരുന്നുണ്ടെങ്കിൽ നമ്മൾ കൈ തീർച്ചയായിട്ടും അകത്തേക്ക് ഇടുക. വാഹനങ്ങൾ പോയതിന് ശേഷം മാത്രം നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഞാൻ 2nd ഗിയറിലാണ് വരുന്നത്. ഇനി വണ്ടി ഒന്ന് നിർത്തി കാണിക്കാം. ആദ്യം സ്ലോ ഡൗൺ സിഗ്നൽ കാണിക്കുന്നു, കൈ ഇങ്ങനെ ഇടുന്നു. 1 2 3 തവണ ഇങ്ങനെ കാണിക്കുക. അതിനുശേഷം നമ്മൾ പ്രോപ്പറായിട്ട് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ നമ്മൾ ഓൾറെഡി ഇട്ട് കൊടുക്കണം. എന്നിട്ട് വണ്ടി സൈഡിലേക്ക് ഒതുക്കി ഇങ്ങനെ നിർത്തുക. നിർത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക, കൃത്യമായിട്ടും സ്റ്റോപ്പ് സിഗ്നൽ ഇങ്ങനെ കാണിക്കുക. കൃത്യമായിട്ട് 1st ഗിയറിലേക്ക് ഇടുക. അതിനുശേഷം ഹാൻഡ് ബ്രേക്ക് വലിക്കുക, ശേഷം വണ്ടി ഓഫ് ചെയ്യുക. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കണം നിങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് റോഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യേണ്ടത്, ഗിയർ ഇടേണ്ടത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ സംശയങ്ങളുണ്ടെങ്കിൽ എഴുതിയിടുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ഓൾ അമർത്തിയിടുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.